തിരുവനന്തപുരത്ത് അടിയന്തരാവസ്ഥയുടെ 50 വർഷങ്ങൾ എന്ന പരിപാടിയിൽ ഗവർണർ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പുറത്ത് വലിയ സംഘർഷവും പ്രതിഷേധവും ഗവർണർക്ക് നേരെയുണ്ടായി. കാരണം ഭാരതാംബയുടെ കാവിക്കൊടിയേന്ത്യ ഭാരതാംബ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി എന്നതാണ് SFIയും KSUവിൻ്റെ ഒക്കെ പ്രതിഷേധത്തിന് കാരണം. ഇപ്പോൾ അവിടെ ഒരു ബാനർ തന്നെ ഉയർന്നിരിക്കുന്നു. RSSന്റെ തറവാട്ട് സ്വത്തല്ല രാജ്ഭവൻ എന്ന് SFI വീണ്ടും ഒരു ബാനർ ഉയർത്തുകയാണ്. മുമ്പ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരെയും സമാനമായ ബാനർ ഉയർത്തിയിരുന്നു. അലക്സ് റാം മുഹമ്മദ് ഉണ്ട്. അലക്സ്, ഗവർണർ അകത്ത് പ്രസംഗം തുടരുകയാണ്. CPM ജനസംഘം ഒരുമിച്ച് മത്സരിച്ച അടിയന്തരാവസ്ഥ കാലത്തെ ചരിത്രമൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്, അതും മുഖ്യമന്ത്രി പിണറായി വിജയന് അടിയന്തരാവസ്ഥ കാലത്ത് മർദ്ദനമേറ്റ കാര്യമൊക്കെ ഗവർണർ പ്രസംഗിക്കുന്നുണ്ട്. പുറത്ത് SFIയുടെ പ്രതിഷേധവും. ഗോകുൽ, ഈ ഭാരതാംബ ചിത്ര വിവാദം ഉയർന്നു വന്നതിന് പിന്നാലെ തന്നെ ഗവർണർ അടിയന്തരാവസ്ഥയിൽ RSSന്റെയും BJPയുടെയും ജനസംഘത്തിന്റെയൊക്കെ പങ്ക് അത്രമാത്രമായിരുന്നു എന്ന് വിളിച്ചു പറയാൻ വെമ്പുന്നതാണ് കണ്ടത് കേരളം. അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങളൊക്കെ നമ്മൾ പത്രങ്ങളിൽ കണ്ടതാണ്. അതിൽ RSSന്റെ ഇടപെടൽ എത്രമാത്രമായിരുന്നു. ആ അടിയന്തരാവസ്ഥ കാലത്ത് CPMഉം RSSും ജനസംഘവും ഒക്കെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഒന്നിച്ചു പോരാടിയവരാണ് എന്നൊക്കെ സാമാന്യവൽക്കരിക്കാൻ അദ്ദേഹം ശ്രമിച്ചത്. അതായത് നിലവിൽ ഈ ഉയർത്തുന്ന പ്രതിഷേധങ്ങളൊന്നും വലിയ കാര്യമല്ല എന്നുള്ളതാണ് അദ്ദേഹം അത്തരത്തിലുള്ള സാമാന്യവൽക്കരണത്തിലൂടെ ശ്രമിക്കാൻ നടത്തിയത്. പക്ഷേ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് SFI പ്രവർത്തകർ പറയുന്നുണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം ഇത് ശ്രീ പത്മനാഭസ്വാമി സേവാ സമിതിയുടെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി അവർ സംഘടിപ്പിക്കുന്നു. ആ പരിപാടിയുടെ വേദിയായി അവർ തിരഞ്ഞെടുത്തത് കേരള സർവകലാശാലയിലെ സെനറ്റ് ഹാളാണ്. അതിൽ സർവകലാശാലയിൽ അനുമതി വാങ്ങി സർവകലാശാലയിൽ 60,000-ഓളം രൂപ ഫീസും കെട്ടിയതിനു ശേഷം അവർ പരിപാടി നടത്താൻ വരുന്നു. ആ പരിപാടി നടത്താൻ വരുമ്പോഴാണ് അതിൽ ഈ കാവിക്കൊടി എന്ന ഭാരതാംബയുടെ ചിത്രം വെച്ച് അതിൽ പുഷ്പാർച്ചന അർപ്പിച്ചതിന് ശേഷമാണ് ആ പരിപാടിയിലേക്ക് കടക്കുന്നത്. അതായത് നേരത്തെ എന്താണോ കേരളത്തിൽ പലയിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന വിവാദം, ആ വിവാദത്തിന്റെ മറ്റൊരു പതിപ്പ് സർവകലാശാല കൂടി വേദിയാകുന്നു എന്നൊരു സാഹചര്യം വരുന്നു. അതിൽ SFI പ്രവർത്തകർ രൂക്ഷമായ പ്രതിഷേധവുമായി എത്തുന്നു. സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതിഷേധിക്കുന്നു. രജിസ്ട്രാർ ആ പരിപാടി അവിടെ നടത്താൻ അനുവദിക്കില്ല, ആ തരത്തിൽ ആ മട്ടിൽ ആ പരിപാടി അവിടെ നടത്താൻ അനുമതി നൽകില്ല എന്ന് വ്യക്തമാക്കുന്നു. പുറത്ത് വലിയ പ്രതിഷേധം SFIയുടെ നേതൃത്വത്തിൽ നടക്കുന്നു. ആദ്യഘട്ടത്തിൽ രാജ്ഭവൻ ഈ പ്രതിഷേധങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഗവർണർ ഇവിടേക്ക് വരേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു. രണ്ടാമത് ഈ പ്രതിഷേധം ഉയർന്ന് ഈ സംഘാടകർ കാത്തിരിക്കുന്നു. ആ വിവരങ്ങളും പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ രാജ്ഭവൻ വീണ്ടും യോഗം ചേർന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഗവർണർ പങ്കെടുക്കുമെന്നുള്ള കാര്യം അറിയിക്കുന്നു. ആ തരത്തിൽ ഗവർണർ ഇവിടേക്ക് എത്താനുള്ള ശ്രമം നടത്തുന്നു. പോലീസ് ഈ പുറത്ത് പ്രതിഷേധിച്ച SFI, അതായത് സർവകലാശാല ആസ്ഥാനത്ത് പ്രതിഷേധിച്ച കോമ്പൗണ്ടിൽ പ്രതിഷേധിച്ച SFI പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് നീക്കുന്നതിനുള്ള ഒരു ശ്രമം ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്നു. അത് പ്രവർത്തകർ വിഫലമാക്കുന്നു. തുടർന്നാണ് അവർക്കും ഇത്തരത്തിൽ ഒരു വിവരം കിട്ടുന്നത് ഗവർണർ അവിടേക്ക് വരുന്നു എന്ന്. പൊടുന്നതിന് തന്നെ ഗവർണറുടെ കോൺവോയും അകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു. SFIയുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമുണ്ടായി. KSUവിന്റെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടായി. KSU പ്രവർത്തകർ ഈ പരിപാടി നടക്കുന്ന ഈ ഹാളിനുള്ളിലേക്ക് കയറി പ്രതിഷേധിച്ചു. അവിടെ സംഘാടകർ ഈ പ്രവർത്തകർക്ക് നേരെ മർദ്ദനം അഴിച്ചുവിടുന്ന സാഹചര്യമുണ്ടായി. ചില പ്രവർത്തകർക്ക് പരിക്കേറ്റു. അവരെ ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് അടക്കം മാറ്റിയിട്ടുണ്ട്. SFI പ്രവർത്തകർ ഇവിടെ നിന്ന് ബലം പ്രയോഗിച്ച് മാറ്റാൻ ശ്രമിച്ചെങ്കിലും ഒരു സംഘം പ്രവർത്തകരെ മാത്രം കൊണ്ടുപോകാനേ പോലീസിന് സാധിച്ചുള്ളൂ. ഈ വണ്ടി കൊണ്ടുപോകുന്നത് പോലും തടയുന്നതിന് വേണ്ടി ഈ ഗേറ്റ് അടച്ചുകൊണ്ടുള്ള പ്രതിഷേധം SFI പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായി. ആദ്യഘട്ടത്തിൽ പോലീസുമായ ഒരു ഏറ്റുമുട്ടൽ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങി. അവിടെ നേതാക്കൾ ഇടപെട്ടുകൊണ്ട് പ്രവർത്തകരോട് പറയുന്നു, പോലീസുമായല്ല ഏറ്റുമുട്ടൽ, ഇത് ഗവർണറുടെ ഈ RSS നിലപാടിനെതിരെ, RSS അനുകൂല നിലപാടിനെതിരെയാണ് ഈ പ്രതിഷേധം, ശക്തമായി പ്രതിഷേധിക്കണം, അത് ഗവർണർക്കെതിരെ തന്നെ കാണിക്കണം എന്ന് പ്രവർത്തകരെ നേതാക്കൾ തന്നെ നിർദ്ദേശം നൽകുന്നത് കണ്ടു. അതിന് തൊട്ടു പിന്നാലെ അവർ വീണ്ടും പ്രതിഷേധം ആ തരത്തിൽ നടത്തുന്നു. ആ തരത്തിൽ നടത്താൻ അവർ തീരുമാനിക്കുന്നു. അതിനുശേഷം വന്ന വിവരം, ഈ പരിപാടി കഴിഞ്ഞ് ഗവർണർ മറ്റൊരു വഴിയിലൂടെ പുറത്തേക്ക് പോയി എന്നുള്ളതാണ്. തങ്ങളുടെ പ്രതിഷേധം ഭയന്ന് ഗവർണർ ഒളിച്ചോടിയെന്ന് SFI നേതാക്കൾ വ്യക്തമാക്കുന്നത് കണ്ടതാണ്. എന്നിട്ടും അവർ പുറത്തിറങ്ങി അവിടെ ക്യാമ്പ് ചെയ്യുകയായിരുന്നു. ഈ പുറത്ത് ഇപ്പോൾ നേരത്തെ റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകർ ഈ സർവകലാശാലയുടെ മുന്നിലേക്ക് വന്ന പ്രധാനപ്പെട്ട കവാടത്തിന് മുന്നിൽ ഒരു ബാനർ ഗവർണർക്കെതിരെ ഉയർത്തി അവർ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നു, പ്രതിഷേധം ഉയർത്തുന്നു. ആ കറുത്ത ബാനറിൽ വെള്ളമഷി കൊണ്ട് എഴുതിയിരിക്കുന്നത് വായിക്കാം: "We want to say something once more, മിസ്റ്റർ ഗവർണർ. RSSന്റെ തറവാട്ട് സ്വത്തല്ല രാജ്ഭവൻ" എന്ന ബാനറിൽ SFI പ്രവർത്തകർ എഴുതിയിരിക്കുന്നു. അവർ വ്യക്തമാക്കുന്നത്, SFIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ വ്യക്തമാക്കുന്നത്, ജനാധിപത്യപരമായ തങ്ങളുടെ സമരം ഇവിടെ നടത്തും, പ്രതിഷേധം അറിയിക്കും. ഗവർണറുടെ യാത്രാ സ്വാതന്ത്ര്യം തടയാൻ, സഞ്ചാര സ്വാതന്ത്ര്യം തടയാൻ, നിയമപരമല്ലാത്ത സമരങ്ങളിലേക്ക് കടക്കാൻ തങ്ങൾ എന്താണെങ്കിലും ഒരുക്കമല്ല. അദ്ദേഹത്തെ തടയുന്നതിനുള്ള തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിനെതിരെയുള്ള പ്രതിഷേധം SFI പ്രവർത്തകർ അറിയിക്കും. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ഈ പ്രതിഷേധം അറിയിച്ചതിന് ശേഷം ഇവിടെ നിന്ന് പിൻവാങ്ങുകയുള്ളൂ എന്നുള്ളതാണ് SFIയുടെ തീരുമാനം. അറിയാൻ കഴിയുന്നത് എന്താണെങ്കിലും ഗവർണർ ഈ
ഈ ഗേറ്റ് വഴി പുറത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അകത്ത് ഗവർണർ സംസാരിക്കുകയാണ്. അതിനുശേഷം ആ പരിപാടി തീർന്നതിന് ശേഷം ഗവർണർ പോലീസിന്റെ കൂടി തീരുമാനത്തിനനുസരിച്ച് മറ്റൊരു വഴിയായിരിക്കും ഗവർണർ രാജ്ഭവനിലേക്ക് എത്താനുള്ള സാധ്യത. എന്താണെങ്കിലും SFI പ്രതിഷേധം തുടരുന്നുണ്ട്. ഈ പ്രതിഷേധം ഗവർണർ ഈ നിലപാടാണ് തുടരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ, ബിംബങ്ങൾ അത് ഗവർണറുടെ പരിപാടിയിൽ, ഔദ്യോഗികമായ പരിപാടിയിൽ വെക്കാനാണ് ഗവർണർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സമരം SFI പ്രവർത്തകർ തുടരും. ആ വഴികളിൽ, അത്തരം പരിപാടികളിലേക്ക് പോകുന്ന ഗവർണറെ തടയും. ആ പ്രതിഷേധം ഉണ്ടാകുമെന്ന് അവർ വ്യക്തമാക്കുന്നു. ഗോകുൽ, ഏതായാലും ഗവർണർ പ്രസംഗം തുടരുകയാണ്. CPIM ജനസംഘം ബന്ധമൊക്കെ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് മർദ്ദനമേറ്റിട്ടുണ്ടെന്ന് സൂചിപ്പിച്ചുകൊണ്ട്, ഒപ്പം അന്ന് ആ സമയം ജനസംഘവും CPM സഹകരിച്ചിട്ടുണ്ട് എന്ന കാര്യമൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഗവർണറുടെ പ്രസംഗം. ഏതായാലും ഇപ്പോഴും സെനറ്റ് ഹാളിനകത്ത് പരിപാടി തുടരുകയാണ്. ആ സെനറ്റ് ഹാളിനകത്ത് പുഷ്പാർച്ചന നടത്തി, അതും കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ചിത്രത്തിന് മുന്നിൽ തന്നെ പുഷ്പാർച്ചന നടത്തിയാണ് ഗവർണർ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. പുറത്ത് ഭരണഘടനയുടെ ആമുഖം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് RSSന്റെ തറവാട്ട് സ്വത്തല്ല രാജ്ഭവൻ എന്ന ബാനർ ഉയർത്തിക്കൊണ്ടാണ് SFIയുടെ പ്രതിഷേധവും മുദ്രാവാക്യവും തുടരുന്നത്. വലിയ സംഘർഷത്തിന് ശേഷം ഇപ്പോഴും സർവകലാശാല ആസ്ഥാനത്തിന് പുറത്ത് SFI പ്രവർത്തകർ അങ്ങനെ തന്നെ തമ്പടിച്ചു നിൽക്കുകയാണ്. ഗവർണർ പുറത്തിറങ്ങുമ്പോഴും ആ പ്രതിഷേധത്തിന്റെ ചൂടറിയും, ആ പ്രതിഷേധം അറിയിക്കും എന്നതാണ് SFIയുടെ നിലപാട്. ഇനി ഗവർണർ പ്രധാന കവാടം തന്നെ ഇങ്ങോട്ട് കടന്നു വന്ന ആ പ്രധാന കവാടത്തിൽ കൂടി തന്നെ തിരികെ പോകുമോ എന്നതാണ് അറിയേണ്ടത്. ഒരുപക്ഷെ മറ്റൊരു വഴി സ്വീകരിച്ച് അതുവഴി ഗവർണറെ കൊണ്ടുപോകാനും സാധ്യതയുണ്ട്. പോലീസ് ഏതായാലും അകത്ത് പ്രസംഗവും പുറത്ത് പ്രതിഷേധവും തുടരുകയാണ്.